ഹലോ! ഇതുണ്ടോ എൻ്റെ ഈ കുഞ്ഞു ചട്ടിയില് ബ്ലൂ ഡേയ്സും അരൂതയും കൂടെ തിങ്ങിയാണ് നിക്കുന്നത്. കാര്യം എന്നാന്ന് വെച്ചാ മോസ്റ്റ് ഫിറ്റസ്റ്റ് സർവൈവ്. അതായത് ഇതിനകത്ത് ആരിലും ഒരാളെ ഉള്ളൂ ഇനി നന്നായിട്ട് വളരാൻ പോകുന്നുള്ളൂ. മറ്റേ ആൾക്ക് കോട്ടം വരും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ കരുതി എനിക്ക് 2 പേരെയും നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് 2 പേരെയും റീപോർട്ട് ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചു. ഇതിനകത്ത് അരൂതയും ബ്ലൂ ഡേയ്സും 2 പേരും ഒന്നിനൊന്ന് സൂപ്പർ ആയിട്ടുള്ള 2 പ്ലാന്റ്സ് ആണ്. അരൂത ഒരു ഓർണമെന്റൽ പ്ലാന്റിനുപരി അതൊരു മെഡിസിനൽ പ്ലാന്റ് ആണ്. ഒത്തിരി മെഡിക്കൽ ഉപയോഗങ്ങളുള്ള പ്ലാന്റ് ആണ് കേട്ടോ. പഴയ ആളുകളൊക്കെ ഓരോന്നൊക്കെ ചെയ്യുമായിരിക്കും. എന്നാലും ഞാൻ ഈവൻ ബിഫാം പഠിച്ച സമയത്ത് ഫാർമക്കോഗ്നോസി എന്ന് പറഞ്ഞ സബ്ജക്ട് പഠിക്കുമ്പോൾ നമ്മൾ മെഡിസിനൽ പ്ലാന്റ്സിനെ പറ്റി നിറയെ പഠിക്കും. പക്ഷേ ഞാൻ ഓരോ പ്ലാന്റ് എടുക്കുമ്പോഴും അത് ഷെയർ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒന്ന് ചിന്തിക്കും. കാരണം ഞാൻ പറയുന്നത് കേട്ട് അങ്ങനെ തന്നെ ഒരാൾ അത് ഉപയോഗിച്ചാൽ എല്ലാ പ്ലാന്റ്സിന്റെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ഒരു കണ്ടന്റ് ഉള്ള പോലെ തന്നെ അതിലെല്ലാം വേണ്ടാത്ത കണ്ടന്റുകളും ഉണ്ടെന്നുള്ളതാണ് സത്യം. പക്ഷേ ആളുകൾ ഇതിന്റെ ആ ഗുണം മാത്രം കേട്ട് വേഗം എടുത്ത് ഉപയോഗിക്കും. അത് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ഉണ്ടാക്കുക. അതിപ്പോൾ എൻ്റെ വീഡിയോ എന്ന് മാത്രമല്ല മറ്റൊരാളുടെ വീഡിയോ കണ്ടാലും വേഗം ചാടിക്കയറി ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചതച്ചും പിഴിഞ്ഞും അതിങ്ങനെ കുറേ ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള അളവിലൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് കേട്ടോ. ടോപ്പിക്കൽ യൂസ് വരുന്ന മെഡിസിനൽ പ്ലാന്റ്സിനെ പറ്റി ഉറപ്പായിട്ടും നമ്മളൊരു സീരീസ് തന്നെ ചെയ്യും. സമയമെടുത്ത് നമുക്ക് ചെയ്യാം. ഇനി നമ്മൾ ബ്ലൂ ഡേയ്സിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഒരു സൂപ്പർ ചോയ്സ് ആണ്. ഒരു ബിഗിനർ ഫ്രണ്ട്ലി പ്ലാന്റ് എന്ന് പറയാം. പിന്നെ നമുക്ക് നിറയെ പെട്ടെന്ന് പൂ കാണണം. അങ്ങനെയുണ്ടെങ്കിൽ വെക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് ബ്ലൂ ഡേയ്സ്. എൻ്റെ ബ്ലൂ ഡേയ്സിന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഇവർ രണ്ടുപേരുടെ തിങ്ങി നിന്നതുകൊണ്ട് വേണ്ട സ്പേസ് ഇല്ലായിരുന്നതുകൊണ്ടാണ് കേട്ടോ ബ്ലൂ ഡേയ്സിൽ പൂവില്ലാത്തത്. ഇനി വേണം നമുക്ക് വളമാക്കിയിട്ട് ഇവനെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഞാൻ പറഞ്ഞതുപോലെ ഉറപ്പായിട്ടും നമ്മളൊരു മെഡിസിനൽ പ്ലാന്റ്സിന്റെ സീരീസ് ചെയ്യുന്നുണ്ട്. കാരണം മുടി വളരേണ്ടവർക്കോ അതല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഉള്ള പ്ലാന്റ്സ് ഉണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഗുണങ്ങളുള്ള പ്ലാന്റ്സ് ഉണ്ട്. അതിനെപ്പറ്റി നമുക്കൊരു സീരീസ് തന്നെ ചെയ്യാം.